വീവറക്കാട് എടുക്കാൻ ശ്രമിക്കുന്ന ലൂഫിയുടെ അടുത്തേക്ക് അക്കൈനു എത്തി. ലൂഫിയെ രക്ഷിക്കാൻ എയ്സ് അക്കൈനുവിന്റെ മുന്നിൽ കയറി നിന്നു. അങ്ങനെ അക്കൈനു അവന്റെ കൈ എയ്സിന്റെ ശരീരത്തിലേക്ക് കുത്തിയിറക്കി. എയ്സിന്റെ വീവറക്കാട് പതിയെ എരിഞ്ഞില്ലാതായിക്കൊണ്ടിരിക്കുന്നു. അക്കൈനു എന്നിട്ട് അവന്റെ കൈ എയ്സിന്റെ ശരീരത്തിൽ നിന്ന് വലിച്ചൂരിയെടുക്കുന്നു. കണ്ടു നിൽക്കുന്ന എല്ലാവരും തരിച്ചു നിന്നുപോയി. ഷോക്കായി നിന്നു പോകുന്ന മാർക്കോ എയ്സ് എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. കണ്ടു നിൽക്കുന്ന ഗാർപ്പ് പതറിപ്പോയി. എന്നിട്ട് തിരിഞ്ഞു നോക്കുന്ന വൈറ്റ് ബീഡ് ഇത്രയും നേരം കാണരുതെന്ന് വിശ്വസിച്ചിരുന്നത് കണ്ടു. ബഗ്ഗിക്ക് പോലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇപ്പൊ മാർക്കോയുടെ കയ്യില് സീക്രസൻ സ്റ്റോണിന്റെ വിലങ്ങ് ഉണ്ടായതുകൊണ്ട് അവനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അവന്റെ കൂടെയുള്ള ആൾക്കാർക്ക് അത് പൊട്ടിക്കാനും പറ്റുന്നില്ല. അപ്പോഴാണ് അവർക്ക് മിസ്റ്റർ 3യെ പറ്റി ഓർമ്മ വരുന്നത്. മിസ്റ്റർ 3ക്ക് ചാവി ഉണ്ടാക്കാൻ പറ്റുമല്ലോ. അതുകൊണ്ട് മാർക്കോയുടെ കയ്യിലെ വിലങ്ങ് കഴിക്കാൻ അവർ മിസ്റ്റർ 3യെ കണ്ടുപിടിക്കാൻ പോകുന്നു. ഇതേ സമയത്ത് വൈറ്റ് ബീഡ് പൈററ്റ്സിലെ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് അക്കൈനുവിനെ ഒന്നിച്ച് അറ്റാക്ക് ചെയ്യാണ്. ഈ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഇപ്പോൾ സബോഡിയിലുള്ള ആൾക്കാർ കാണുന്നുണ്ട്. കാരണം ബഗ്ഗിയുടെ ആൾക്കാർ ഈ നടക്കുന്ന സംഭവങ്ങളെല്ലാം ഷോക്കായിട്ട് കണ്ടു നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ ഈ ട്രാൻസ്പോർട്ടർ സ്നെയിൽ ഉണ്ട്. സോ അങ്ങനെയാണ് സബോഡിയിലുള്ള ആൾക്കാർക്ക് ഇത് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ അക്കൈനുവിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അവന്റെ കഥ ഇതോടെ അവസാനിച്ചെന്ന് വിചാരിക്കുന്നു. എന്നാൽ അവരെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് കത്തുന്ന തീയുടെ അകത്ത് നിന്ന് അക്കൈനു പുറത്തേക്ക് നടന്നു വരുന്നു. എന്നിട്ട് എയ്സിനെ നോക്കി, അപ്പൊ നീ ഇതുവരെ ചത്തില്ലല്ലേ എന്ന് പറഞ്ഞ അക്കൈനു വീണ്ടും എയ്സിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ലൂഫി അങ്ങനെ ചെയ്യില്ലേ എന്ന് പറഞ്ഞ് അലറി വിളിക്കുന്നു. അത് കണ്ട് വൈറ്റ് ബീഡ് തടയാൻ ശ്രമിക്കുമ്പോൾ വൈറ്റ് ബീഡിനെ കിസാറു അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ എയ്സിനെ കുത്താൻ അക്കൈനു അടുത്തേക്ക് എത്തിയതും പെട്ടെന്ന് ജീംബെ വന്ന് അക്കൈനുവിന്റെ കൈ തടഞ്ഞു വെച്ചു. നിനക്കവനെ ഇനിയും തൊടാൻ കഴിയില്ല എന്ന് ജീംബെ നീ എന്റെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഒരു വാർലോഡ് അല്ലായിരുന്നോ? എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നിനക്കറിയാലോ എന്ന് അക്കൈനു പറയുമ്പോൾ അതിന് ജീംബെ, ഇത് കാരണം എന്റെ ജീവൻ പോവുകയാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ എപ്പോഴും മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് ജീംബെ അക്കൈനുവിനെ തടയുന്ന ഈ സമയത്ത് മാർക്കോയുടെ ആൾക്കാര് മിസ്റ്റർ 3യെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. പെട്ടെന്ന് ഈ വിലൻ കഴിക്ക് എന്ന് മാർക്കോ മിസ്റ്റർ 3യോട് പറയുന്നു. ഇതേ സമയത്ത് ഗാർപ്പ് അക്കൈനുവിന് നേരെ പതിയെ നടന്നു വരികയാണ്. എല്ലാം മറൈൻ സൂത് കണ്ട് ഷോക്കാവുമ്പോൾ ഇത് കാണുന്ന സെങ്കോക്കു ഗാർപ്പ് എന്ന് വിളിച്ച് ഓടി വന്ന് ഗാർപ്പിന്റെ തല പിടിച്ച് നിലത്തടിച്ചു. എന്താ നീ ചെയ്യാൻ പോകുന്നേ? നിനക്കെന്താ നിന്റെ ബോധം നഷ്ടപ്പെട്ടോ എന്ന് സെങ്കോക്കു എന്നെ ഇങ്ങനെ മുറുക്കി പിടിച്ചോ? അങ്ങനെ അല്ലെങ്കിൽ അക്കൈനുവിനെ ഞാൻ കൊന്ന് കുഴിച്ചു മൂടും എന്ന് ഗാർപ്പ് അക്കൈനുവിനോടുള്ള ദേഷ്യത്തിൽ പറയുന്നു. ഇവിടെ അക്കൈനു വീണ്ടും ജീംബയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് ജീംബയുടെ പുറകിൽ നിന്ന് മാർക്കോയും വീസ്റ്റയും ചാടി വന്ന് അക്കൈനുവിനെ വെട്ടി. എന്നാൽ അക്കൈനുവിന് ഒന്നും സംഭവിച്ചില്ല. അക്കൈനു അവരോട്, നിങ്ങൾ കാണുന്നില്ലേ, നിങ്ങൾ ഒരുപാട് വൈകിപ്പോയി. നിങ്ങൾക്കിനി ഫയർ ഫിസ്റ്റ് എയ്സിനെ രക്ഷിക്കാൻ കഴിയില്ല. അങ്ങോട്ട് നോക്ക്. അത് കേട്ട് അവർ എയ്സിനെ നോക്കുന്നു. എയ്സ് ലൂഫിയുടെ ദേഹത്തേക്ക് വീണ് കിടക്കുകയാണ്. എയ്സ്, നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ലൂഫി എയ്സിനെ തൊട്ട് നോക്കുമ്പോ ലൂഫിയുടെ കൈ മുഴുവൻ ചോര, എയ്സിന്റെ ചോര. എയ്സ്, നിനക്ക് ഇപ്പൊ തന്നെ ട്രീറ്റ്മെന്റ് വേണം. എന്നോട് ക്ഷമിക്ക് ലൂഫി. നീ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നു എന്നെ രക്ഷിക്കാൻ വേണ്ടി. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എന്നോട് ക്ഷമിക്ക്. എന്താ നീ ഈ പറയുന്നേ? അങ്ങനെയൊന്നും പറയല്ലേ. ആരെങ്കിലും ഒന്ന് ഓടിവാ, ഇവനെ സഹായിക്ക് പ്ലീസ്. എയ്സിനെ സഹായിക്ക്. ആരെങ്കിലും ഒന്ന് ഓടിവാ. അത് കേട്ട് വൈറ്റ് ബീഡ്സിലെ ഒരു ഡോക്ടർ അവിടേക്ക് ഓടി വന്നു. എന്നിട്ട് എയ്സിന് പറ്റിയ മുറിവ് നോക്കുമ്പോ അയാളും പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. അയാളോട് ലൂഫി, ഹേയ് എന്തു പറ്റി? പെട്ടെന്ന് ഇവനെ സഹായിക്ക്. എന്നോട് ക്ഷമിക്ക്. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ ഇവിടെ നടക്കുന്നേ? പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഓ, എനിക്ക് മനസ്സിലായി, നിങ്ങൾ ഡോക്ടർ അല്ലായിരിക്കും അല്ലേ എന്ന് പറഞ്ഞ് ലൂഫി ദേഷ്യപ്പെടുന്നു. അതിന് എയ്സ്, ഇതുകൊണ്ട് ഒരു ഉപയോഗവുമില്ല. കാരണം എന്റെ അവയവങ്ങൾ മുഴുവൻ കത്തി നശിച്ചു. എനിക്കിനി ഒരുപാട് നേരം ഒന്നും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. അത് കേട്ട ലൂഫിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. ഓ, ഇവാച്ചാൻ ഉണ്ടല്ലോ. ഇവാച്ചാൻ, ഇവിടേക്ക് നോക്ക്. നിങ്ങളുടെ കാല് ഞാൻ പിടിക്കാം. എയ്സിന് ആ ഒരു ഇഞ്ചക്ഷൻ കുത്തിവെക്ക് പ്ലീസ്. എന്നെ സഹായിച്ചതുപോലെ നിങ്ങൾക്ക് എന്താ എയ്സിനെ സഹായിച്ചാല്? പ്ലീസ് എയ്സിന് ഇഞ്ചക്ഷൻ കൊടുക്ക് പ്ലീസ്, കൊടുക്ക്. അത് കേട്ട ഇവാൻഗോ, സ്ട്രോ ബോയ്, എയ്സ് ബോയ് ഇനി അധിക നേരം ഉണ്ടാവില്ല. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നീ ഒരിക്കലും മരിക്കില്ല എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിനി എന്ത് സംഭവിച്ചാലും. ചുറ്റും കൂടി നിൽക്കുന്ന ആൾക്കാർ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഈ സമയത്ത് ലൂഫി എയ്സിനോട്, എയ്സ് നീ എന്താ പറഞ്ഞേ? നിനക്കിനി അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നോ? നീ എനിക്ക് വാക്ക് തന്നതല്ലേ നീ ഒരിക്കലും മരിക്കില്ല എന്ന്. അതിനി എന്ത് സംഭവിച്ചാലും. ഇത് കേട്ട എയ്സിനെ പണ്ട് സംഭവിച്ച കാര്യങ്ങളാണ് ഓർമ്മ വരുന്നത്. ഗോൾഡി റോജറിനെ കുറിച്ച് എല്ലാവരും മോശമായിട്ട് പറയുന്നതും അവരെല്ലാം എയ്സ് അടിക്കുന്നതും അവൻ ഈ ഭൂമിയിൽ ജനിക്കാൻ അർഹതയില്ലെന്ന് ചോദിക്കുന്നതൊക്കെ ഞാൻ ജനിച്ചത് ആർക്കും ഇഷ്ടമില്ല. നീയും സാബോയും എന്റെ ബ്രദേഴ്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പോലും ഒരു അർത്ഥം ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഒരു ദിവസം നീ ഡഡനെ കാണുമ്പോ എനിക്ക് വേണ്ടി ഒന്ന് ഹലോ പറയണം. എന്റെ മരണത്തെ ഇങ്ങനെ അടുത്ത് കാണുമ്പോ എനിക്ക് അവരെയും വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അത് കേൾക്കുന്ന ലൂഫി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ മരിക്കുന്ന കാര്യം പറയരുതെന്ന്. അതിന് എയ്സ്, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് ഒരു കാര്യം കൂടെ കാണണമെന്നുണ്ടായിരുന്നു. നിന്റെ ആഗ്രഹം നീ നടത്തുന്നത്.
പക്ഷെ ഞാൻ പോയാലും നീ അത് ചെയ്യുമെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞ എയ്സ് അവരുടെ പാസ്റ്റ് ഓർക്കുന്നു. നീ കേൾക്കുന്നുണ്ടോ ലൂഫി? നമുക്ക് ഒരു കുറ്റബോധവും ഇല്ലാതെ ജീവിക്കണം. അതുപോലെ നമ്മളൊരു ദിവസം കടലിലേക്ക് പോകും. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാൻ, മറ്റാരെക്കാളും സ്വാതന്ത്ര്യത്തോടെ. ഇത് ഓർക്കുന്ന എയ്സ് ലൂഫിയോട് പറയും, ആ ദിവസം ഞാൻ നിനക്ക് വാക്ക് തന്നതുപോലെ എന്റെ ജീവിതത്തില് എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല. അല്ല, നീ കള്ളം പറയാ, എന്നോട് നുണ പറയണ്ട. അത് നുണയല്ല ലൂഫി. ഈ ലോകത്തില് എനിക്ക് ജനിക്കാൻ അർഹതയുണ്ടോ? ഈ ഒരു ചോദ്യത്തിനാണ് എനിക്ക് ഉത്തരം വേണ്ടിയിരുന്നത് എന്ന് പറയുന്ന എയ്സിനെ അവനെ ഈ മറൈൻ ഫോർഡിലേക്ക് എല്ലാവരും രക്ഷിക്കാൻ വന്നതും അവന് വേണ്ടി അവരെല്ലാവരും പോരാടിയതും ഇതൊക്കെ ചിന്തിക്കുന്ന എയ്സ് ഇപ്പൊ ലൂഫിയോട്, ബാക്കിയുള്ളവർ കേൾക്കാൻ എനിക്കിനി ഒരിക്കലും ശബ്ദമുണ്ടാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം നീ അവരോട് പറയണം. പോപ്സ്, ഫ്രണ്ട്സ്, അതുപോലെ ലൂഫി, നന്ദിയുണ്ട് ഒന്നിനും കൊള്ളില്ലാത്ത എന്നെ പോലെ ഒരുത്തനെ ഇന്നിതുവരെ സ്നേഹിച്ചതിന് എന്ന് പറഞ്ഞ് എയ്സ് ചിരിച്ചു. അവസാനമായിട്ട് അത് കേട്ട ലൂഫിയുടെ കണ്ണ് നിറഞ്ഞൊഴുകും. അപ്പോ ലൂഫിയുടെ ദേഹത്ത് നിന്ന് എല്ലാവരും നോക്കി നിൽക്കുമ്പോ എയ്സ് താഴേക്ക് വീണു. വൈറ്റ് ബീഡിന്റെ ആ വലിയ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. കൂടെ തന്നെ എന്റെ കണ്ണും. ഇപ്പൊ എയ്സിന്റെ വീവർ കാർഡ് മുഴുവനായിട്ടും എരിഞ്ഞില്ലാതായി. അങ്ങനെ അവസാനം എയ്സ് മരിച്ചുപോയി. എയ്സിന്റെ മരണം ലൂഫിക്ക് സഹിക്കാൻ കഴിയുന്നതിനും എത്രയോ അപ്പുറത്താണ്. സ്വന്തമല്ലെങ്കിൽ പോലും അവൻ ഇത്രയും നാളും മനസ്സിലുറപ്പിച്ചിരുന്ന അവന്റെ സഹോദരന്റെ ജീവനില്ലാത്ത ശരീരം കണ്ടപ്പോ ലൂഫിക്ക് അത് വിശ്വസിക്കാൻ പറ്റിയില്ല. ലൂഫി അവിടെ വെച്ച് നെഞ്ചു പൊട്ടി നിലവിളിച്ച് കരയുന്നു. ഇത്രയൊക്കെ ചെയ്തിട്ടും എല്ലാം അവസാനം ഇല്ലാതായി. ചെയ്തതെല്ലാം പാഴായി. നിലവിളിച്ച് കരഞ്ഞ് അവസാനം ശബ്ദം പോലും ലൂഫിയുടെ അകത്തുനിന്ന് വരാതായപ്പോ പണ്ട് എയ്സിനും അവനും ഇടയിൽ നടന്ന കാര്യം അവന് ഓർമ്മ വരുന്നു. നീ എന്താ വിചാരിച്ചേ, ഞാൻ മരിച്ചു പോയെന്നോ എന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ലൂഫിയോട് എയ്സ് ദേഷ്യപ്പെട്ട് ചോദിക്കുമ്പോ ലൂഫി കരച്ചിൽ നിർത്തുന്നില്ല. എന്തിനാടാ മണ്ടാ നീ കരയുന്നേ? ഞാൻ മരിച്ചിട്ടൊന്നുമില്ല, നിനക്ക് മനസ്സിലായോ എന്ന് പറഞ്ഞ എയ്സ് ലൂഫിയുടെ തല കിട്ടുന്നു കൊടുത്തു. ഞാൻ നിനക്ക് വാക്ക് തരുന്നു, ഞാൻ മരിക്കില്ല. നിന്നെപ്പോലെ ഒരു മണ്ടനായ സഹോദരനെ ഇവിടെ വിട്ടിട്ട് ഞാൻ എങ്ങനെ പോവും? ഇതേ സമയത്ത് നിലത്ത് കിടക്കുന്ന ഗാർപ്പിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നു. ഗാർപ്പിന്റെ മനസ്സിൽ മുഴുവൻ പണ്ട് ഗോൾഡി റോജർ എയ്സിനെ നോക്കാൻ പറഞ്ഞതും ഗാർപ്പ് എയ്സിനെ കൊണ്ടുപോയി വളർത്തുന്നതും ഈ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന ഗാർപ്പിനും ഇപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല. എയ്സിന്റെ ക്രൂവിലുള്ള പൈററ്റ്സിനൊന്നും എയ്സിന്റെ മരണം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെയും കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീര് മാത്രം. മറൈൻ ഫോർഡ് മുഴുവൻ എല്ലാവരുടെയും കരച്ചിലും അലർച്ചയും മാത്രം. ജീംബെ, മാർക്കോ, വീസ്റ്റ എല്ലാവരും പൊട്ടിക്കരയുന്നു. എല്ലാവരും എയ്സിന്ന് വിളിച്ച് നിലവിളിക്കുന്നു. കൂട്ടത്തിലൊരു വലിയ മനുഷ്യൻ മാത്രം ചങ്ക് തകർന്നിട്ടും കരയാതെ പിടിച്ചു നിന്നു. ഇവിടെ സംഭവിച്ച എല്ലാ കാര്യങ്ങളും സബോഡിയിലും ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും കണ്ടു. അലറി നിലവിളിക്കുന്ന ലൂഫിക്ക് അവന്റെ സ്വബോധം നഷ്ടപ്പെട്ടു. ലൂഫിയുടെ ജീവൻ ആപത്തിലാണ്. ഇനിയും കുറച്ചു നേരം കൂടി കഴിഞ്ഞാൽ ലൂഫി മരിച്ചു പോകും. ബോധം നഷ്ടപ്പെട്ടിരിക്കുന്ന ലൂഫിയെ അക്കൈനു പെട്ടെന്ന് കൊല്ലാൻ വരുന്നു. ലൂഫിയെ കൊല്ലാൻ അടുത്തെത്തിയ അക്കൈനുവിനെ പെട്ടെന്ന് മാർക്കോ തടഞ്ഞു. ഇവനെ കൊല്ലാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല എന്ന് എയ്സിനെ നഷ്ടപ്പെട്ട സങ്കടത്തിൽ മാർക്കോ പറയുമ്പോ ജീംബെ ബോധം പോയ ലൂഫിയെ കൊണ്ടുപോവാൻ അവിടുന്ന് ഓടി വരുന്നു. ഈ യുദ്ധം ഇതുവരെ അവസാനിച്ചിട്ടില്ല. അതുകൊണ്ട് എയ്സിന്റെ ബ്രദറിനെ ഇവിടെ നിന്ന് കൊണ്ടുപോ. ഉടനെ ജീംബെ അവിടെ നിന്ന് ലൂഫിയെ എടുത്തുകൊണ്ട് പോകുന്നു. എയ്സിന് വേണ്ടി നമ്മൾ അവനെ സംരക്ഷിക്കണം. അവൻ എങ്ങാനും മരിച്ചാൽ അത് നമ്മൾ വൈറ്റ് ബിയർഡ് പൈററ്റ്സിന് ഒരു മാനക്കേടാണ് എന്ന് മാർക്കോ ദേഷ്യത്തിൽ പറയുന്നത് കേട്ട് അവിടെയുള്ള എല്ലാ വൈറ്റ് ബിയർഡ് പൈററ്റ്സും ഫൈറ്റിന് തയ്യാറാവുന്നു. എയ്സിനെ വിട്ടുകൊടുത്തതുപോലെ അവര് ലൂഫിയെ അങ്ങനെയൊന്നും പെട്ടെന്ന് വിട്ടുകൊടുക്കില്ല എന്നൊരു രീതിയിൽ ഉടനെ അക്കൈനു മാർക്കോയെ തട്ടിമാറ്റി ലൂഫിയെ പിടിക്കാൻ വേണ്ടി ഓടി വരുമ്പോഴാണ് അക്കൈനുവിന്റെ പുറകിൽ ഒരു വലിയ മനുഷ്യൻ. തിരിഞ്ഞു നോക്കിയ അക്കൈനുവിന്റെ പകുതി ജീവൻ പോയി. അങ്ങേരുടെ ആ ഒരു പ്രസൻസ് അത് മതി അക്കൈനുവിനെ തീർക്കാൻ. പക്ഷെ പ്രായം, അതിനൊപ്പം അസുഖം, ഇതൊക്കെ ഉള്ളതുകൊണ്ട് വൈറ്റ് ബിയർഡിനെ അവർക്ക് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ചെറുത്ത് നിൽക്കാൻ പറ്റും. എയ്സ് മരിച്ചത് മനസ്സിലോർക്കുന്ന വൈറ്റ് ബിയർഡ് ഉള്ളിലെ നീറ്റിൽ മുഴുവൻ പുറത്തെടുത്ത് കൈ ചുരുട്ടി അക്കൈനുവിനെ അടിച്ച് നിലത്തോട് ചേർത്തു. അക്കൈനുവിന്റെ മുഖം ചളുങ്ങി ഒരു മാതിരി ആവുന്നുണ്ട്. വൈറ്റ് ബിയർഡ് എന്നിട്ട് ചാടി വന്ന് കാലോട് ചവിട്ടാൻ വന്നപ്പോ അക്കൈനു പെട്ടെന്ന് തന്നെ മാറിക്കളഞ്ഞു. ആ ചവിട്ട് എന്തായാലും മിസ്സായി. അതെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ പിന്നെ അക്കൈനു എന്ന് പറയുന്ന ഒരു പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ശേഷം അക്കൈനുവിനെ അടിക്കാൻ വീണ്ടും ഓടി വരുന്ന വൈറ്റ് ബിയർഡിനെ അക്കൈനു അവന്റെ മാഗ്മ ഫിസ്റ്റ് കൊണ്ട് ഷൂട്ട് ചെയ്യുന്നു. അതിൽ വൈറ്റ് ബിയർഡിന്റെ മുഖത്തിന്റെ ഒരു സൈഡ് പൊട്ടിപ്പോകുന്നുണ്ട്. അനിമയിലായതുകൊണ്ട് മാത്രം വൈറ്റ് ബിയർഡിന്റെ ആ മീശയുടെ ഭാഗം മാത്രമേ പൊട്ടിപ്പോകുന്നത് കാണിക്കുന്നുള്ളൂ. പക്ഷെ മാങ്കയിൽ അത് ഭയാനകമാണ്. വൈറ്റ് ബിയർഡിന്റെ മുഖത്തിന്റെ ഒരു ഭാഗം തന്നെ പൊട്ടിപ്പോകുന്നുണ്ട്. നമ്മളെ കൊണ്ടത് കാണാൻ പറ്റില്ല. മീശ പൊട്ടിപ്പോയ വൈറ്റ് ബിയർഡിനെ അക്കൈനു വീണ്ടും വന്ന് രണ്ട് കൈ കൊണ്ട് അടിക്കുന്നുണ്ട്. പക്ഷെ അക്കൈനുവിനെ തടുക്കാൻ വൈറ്റ് ബിയർഡിന് ഒറ്റ കൈ മതി. എന്നിട്ട് വൈറ്റ് ബിയർഡ് അക്കൈനുവിനെ ഒരു ഭാഗത്തേക്ക് അടിച്ച് തെറിപ്പിച്ചു. എന്നിട്ട് വീണ്ടും വൈറ്റ് ബിയർഡ് അക്കൈനുവിനെ അടിക്കാൻ വന്നപ്പോ പെട്ടെന്ന് അക്കൈനു അവന്റെ പവർ കൊണ്ട് വൈറ്റ് ബിയർഡിന്റെ ശ്രദ്ധ മാറ്റി. എന്നിട്ട് അവന്റെ കൈ വൈറ്റ് ബിയർഡിന്റെ വയറിലേക്ക്
മുകളിലേക്ക് കുത്തിയിറക്കി. ഈ ഒരു അറ്റാക്ക് കിട്ടുന്ന വൈറ്റ് ബിയർഡ് ഒരു നിമിഷം മുട്ടുകുത്തിപ്പോയി. അപ്പോൾ എയ്സിന്റെ ഓർമ്മ മനസ്സിൽ വരുന്ന വൈറ്റ് ബിയർഡ് അക്കായിനുവിനെ പിടിച്ച് മുകളിലേക്ക് എറിഞ്ഞു. എന്നിട്ട് കൈ ചുരുട്ടി ഒരു ഒറ്റ പഞ്ച്. ആ ഒരു അറ്റാക്കിൽ അക്കായിനു മാത്രമല്ല മറൈൻഫോർഡ് മുഴുവൻ പൊട്ടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലവും ഇടിഞ്ഞ് തകർന്നു. പ്ലാസ മുഴുവൻ പിളർന്ന് 2 ഭാഗമായിട്ട് സെപ്പറേറ്റ് ആയി. ആ പിളർന്ന കുഴിയിലേക്ക് അക്കൈനും വീഴുന്നുണ്ട്. പ്ലാസ മുഴുവൻ 2 പിളർന്നതുകൊണ്ട് വൈറ്റ് ബിയർഡ് ഒരു ഭാഗത്തും അദ്ദേഹത്തിന്റെ ക്രൂ ഒരു ഭാഗത്തും. വൈറ്റ് ബിയർഡ് ഉള്ള ഭാഗത്താണ് മറൈൻസ് ഉള്ളത്. വൈറ്റ് ബിയർഡിനും ഇതായിരുന്നു വേണ്ടിയിരുന്നത്. വൈറ്റ് ബിയർഡിന് അദ്ദേഹത്തിന്റെ ആൾക്കാർ രക്ഷപ്പെട്ടിട്ട് അദ്ദേഹത്തിന് അവിടെ വെച്ച് മരിക്കാന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഇത് മനസ്സിലാക്കുന്ന മാർക്കോ എല്ലാവരോടും തിരിച്ച് കപ്പലിലേക്ക് പോകാൻ പറയുന്നു. എന്നിട്ട് അവർക്ക് അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. തുടർന്ന് മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും എല്ലാവരും അവിടെ നിന്ന് പോകുന്നു. അവരൊക്കെ രക്ഷപ്പെട്ട് പോകാൻ വേണ്ടി വൈറ്റ് ബിയർഡ് അവിടെ ഒറ്റയ്ക്ക് നിന്ന് മറൈൻസിനെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ ആരൊക്കെ പോയാലും മാർക്കോ മാത്രം പോകുന്നില്ല. മാർക്കോ അങ്ങനെയാണ്. മാർക്കോയ്ക്ക് വൈറ്റ് ബിയർഡ് ഇല്ലാതെ പറ്റില്ല. വൈറ്റ് ബിയർഡ് എല്ലാ മറൈൻസിനെതിരെയും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അവിടേക്ക് കുറച്ച് പേര് വരുന്നുണ്ട്. അതാരാണെന്ന് വെച്ചാൽ ബ്ലാക്ക് ബിയർഡും അവന്റെ ക്രൂവും. ബ്ലാക്ക് ബിയർഡിന്റെ ക്രൂവിൽ ഇപ്പൊ ഒരുപാട് പേരുണ്ട്. നേരത്തെ ഇമ്പൽ ഡൗണിലേക്ക് വന്ന ബ്ലാക്ക് ബിയർഡ് ലെവൽ 6 കുറ്റവാളികളെ രക്ഷപ്പെടുത്തി അവന്റെ ക്രൂവിലേക്ക് ചേർത്തു. അവന്റെ ക്രൂവിലേക്ക് ചേർന്ന ഈ ആൾക്കാര് ലെവൽ 6 ഒരുപാട് നാളായിട്ട് അടച്ചു വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. അവരെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ക്രിമിനൽസ് ആയതുകൊണ്ട് അവരുടെ എല്ലാ ഡീറ്റെയിൽസും ലോകത്ത് നിന്ന് ഇല്ലാതാക്കി. അവരാരൊക്കെയാണെന്ന് വെച്ചാൽ ഒരു വലിയ ജയന്റ് ആയിട്ടുള്ള സാൻഹ്വാൻ വോൾഫ്, അടുത്തത് തലയിൽ കൊമ്പൊക്കെയുള്ള ഇവന്റെ പേരാണ് അവാലോ പിസാറോ, അടുത്തത് പന്നിയുടെ പോലെ ഇരിക്കുന്ന ഇവന്റെ പേരാണ് വാസ്കോ ഷോട്ട്, അടുത്തത് മൂക്ക് നീണ്ട ഈ ഒരു പെണ്ണുമ്പിള്ള കത്തറീന ഡെവോൺ, പിന്നെ ഇമ്പൽ ഡൗണിലെ പഴയ ജയിൽ വാർഡൻ ഷിറിയു. ഇവരൊക്കെയാണ് ബ്ലാക്ക് ബിയർഡിന്റെ പുതിയ ക്രൂ മെമ്പേഴ്സ്. പോരാത്തതിന് ബ്ലാക്ക് ബിയർഡിന്റെ ക്രൂവിലെ പഴയ ആൾക്കാരും ഉണ്ട്. ഇപ്പൊ ചേർന്ന ആൾക്കാർ പോലും വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ആൾക്കാരാണ്. മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽസ്. വൈറ്റ് ബിയർഡിനെ കാണുന്ന ബ്ലാക്ക് ബിയർഡ് ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് പോപ്സ്. അതിന് വൈറ്റ് ബിയർഡ് ആവട്ടെ, നീ എന്റെ മകനല്ല, നീ എന്നെ അങ്ങനെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ബ്ലാക്ക് ബിയർഡിനെ അറ്റാക്ക് ചെയ്യുന്നു. പെട്ടെന്ന് ബ്ലാക്ക് ബിയർഡ് അവന്റെ പവർ കൊണ്ട് ആ അറ്റാക്കിനെ തടഞ്ഞു. എന്നിട്ട് ബ്ലാക്ക് ബിയർഡ് വൈറ്റ് ബിയർഡിന്റെ അടുത്ത് ചെന്ന് അവന്റെ പവർ കൊണ്ട് വൈറ്റ് ബിയർഡിന്റെ അറ്റാക്ക് അബ്സോർബ് ചെയ്തെടുക്കുന്നു. ഉടനെ വൈറ്റ് ബിയർഡ് തന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ബ്ലാക്ക് ബിയർഡിനെ വെട്ടി താഴെ ഇട്ടു. എന്നിട്ട് ബ്ലാക്ക് ബിയർഡിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അവന്റെ തല ചേർത്ത് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ബ്ലാക്ക് ബിയർഡ് പോപ്സ്, നിങ്ങളുടെ സ്വന്തം മകനെ നിങ്ങൾക്ക് എങ്ങനെ കൊല്ലാൻ കഴിയും എന്ന് ബ്ലാക്ക് ബിയർഡ് പറഞ്ഞെങ്കിലും വൈറ്റ് ബിയർഡ് അവന്റെ തല ചേർത്ത് അറ്റാക്ക് ചെയ്തു. ആ സ്ഥലം മുഴുവൻ പൊട്ടി തകർന്നു. ഇത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന വൈറ്റ് ബിയർഡിന്റെ ആൾക്കാര് പോപ്സ്, ആ നാറിയെ അങ്ങ് അടിച്ച് കൊല്ല്, അവനെ തീർത്ത് കളയ പോപ്സ്, ആ നാറി ഇനി ജീവിക്കണ്ട. പക്ഷെ ഇതൊന്നും കേട്ടിട്ട് പോലും വൈറ്റ് ബിയർഡ് അനങ്ങുന്നില്ല. എന്താണ് സംഭവിക്കുന്നതെന്ന് മാർക്കോയ്ക്ക് മനസ്സിലായി. വൈറ്റ് ബിയർഡിന് ഇനി അധികം നേരമില്ല. എത്ര അറ്റാക്ക് കിട്ടി, എത്ര ഫൈറ്റ് ചെയ്തു, നെഞ്ചു പൊട്ടുന്ന വേദനയും ഇതൊക്കെ ആയപ്പോഴേക്കും വൈറ്റ് ബിയർഡിന്റെ ശരീരം അനങ്ങുന്നില്ല. എന്നിട്ടും വൈറ്റ് ബിയർഡ് ബ്ലാക്ക് ബിയർഡിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നടന്നു വന്ന് അവനെ കൊല്ലാൻ അടുത്തെത്തിയതും ഉടനെ ബ്ലാക്ക് ബിയർഡ് അദ്ദേഹത്തെ ഷൂട്ട് ചെയ്തു. അതോടെ വൈറ്റ് ബിയർഡിനെ അറ്റാക്ക് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയായി. ബ്ലാക്ക് ബിയർഡ് പെട്ടെന്ന് അവന്റെ ആൾക്കാരോട് വൈറ്റ് ബിയർഡിനെ കൊന്നു കളയാൻ പറയുന്നു. അത് കേട്ട് ബ്ലാക്ക് ബിയർഡിലെ എല്ലാവരും ചേർന്ന് വൈറ്റ് ബിയർഡിനെ നിർത്താതെ ഷൂട്ട് ചെയ്തു. ഒരുപാട് പേര് കത്തി കൊണ്ട് കുത്തി, ഒരുപാട് പേര് നിർത്താതെ ഷൂട്ട് ചെയ്തു. ഏകദേശം 10ഓളം ആൾക്കാര് ഒരൊറ്റ മനുഷ്യനെ നിർത്താതെ അറ്റാക്ക് ചെയ്യുക, ഒരുമാതിരി മറ്റേടത്തെ പരിപാടി. ഇത് കണ്ട് വൈറ്റ് ബിയർഡ്സിലെ എല്ലാവരും തകർന്നില്ലാതായി. ഇപ്പൊ അവരുടെ നിർത്താതെയുള്ള ഈ അറ്റാക്ക് കൊള്ളുന്ന വൈറ്റ് ബിയർഡിന്റെ ഒരു പാസ്റ്റ് കാണിക്കുന്നു. റോജർ, നീ ഉടനെ മരിക്കാൻ പോകുന്നല്ലേ നീ പറഞ്ഞേ എന്ന് പറഞ്ഞ് റോജറിന് അടുത്തിരുന്ന് കുടിക്കുന്ന വൈറ്റ് ബിയർഡിനോട് റോജർ തിരിച്ചു പറയും, അതെ, ഇനി കുറച്ചു സമയം കൂടെ അതിന് ബാക്കിയുള്ളൂ. വൈറ്റ് ബിയർഡ്, നിനക്ക് എങ്ങനെയാണ് ലാഫ്റ്റയിലേക്ക് പോകേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരണോ? ഞാൻ അവിടേക്കൊന്നും പോകുന്നില്ല, കാരണം എനിക്ക് അവിടേക്ക് പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വൈറ്റ് ബിയർഡ് തിരിച്ചു പറയുമ്പോൾ റോജർ പറയും, നിനക്കറിയോ ഇപ്പൊ വേൾഡ് ഗവൺമെന്റിലെ ആൾക്കാരെ എന്നെ എന്താ വിളിക്കുന്നതെന്ന്? ഗോൾഡ് റോജർ എന്ന്. എന്ത്? അതാണോ നിന്റെ ശരിക്കുള്ള പേര്? അല്ല, എന്റെ പേര് ഗോൾഡി റോജർ എന്നാണ്. അത് കേട്ട് വൈറ്റ് ബിയർഡ്, പേരിന്റെ ഒപ്പം ഡി എന്നുള്ള ആൾക്കാരെ ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്. എന്റെ ക്രൂവിലും ഇതുള്ള ഒരുത്തനുണ്ട്, അവന്റെ പേര് ടീച്ച്. അതിരിക്കട്ടെ, ഈ ഡീന്റെ അർത്ഥം എന്താ എന്ന് വൈറ്റ് ബിയർഡ് ചോദിക്കുമ്പോ അതിന് റോജർ, നിനക്കത് എന്താണെന്ന് അറിയണം? എന്നാ ശരി, ഞാനത് പറയാം. ഇത് ഒരുപാട് മുമ്പുള്ള കഥയാണ്. ഇപ്പൊ പ്രസന്റിൽ കാണിക്കുമ്പോ വൈറ്റ് ബിയർഡിനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് ബിയർഡിന്റെയും അവന്റെ ക്രൂവിന്റെയും തോക്കിലുള്ള ബുള്ളറ്റ് കഴിഞ്ഞു. അങ്ങനെ അവർ അറ്റാക്ക് നിർത്തി. വൈറ്റ് ബിയർഡ് മരിച്ചുപോയെന്ന് അവർ വിചാരിച്ച് നിൽക്കുമ്പോ, അത് നീയല്ല ടീച്ച്, പണ്ടാരം, ഇയാള് മരിച്ചിട്ടില്ലേ? റോജർ കാത്തിരിക്കുന്ന മനുഷ്യൻ അത് നീയല്ല ടീച്ച്, അതൊരിക്കലും നീയല്ല. റോജറിനെ പോലെയുള്ള ആൾക്കാരുള്ളതുപോലെ ഒരു ദിവസം എയ്സിനെ പോലെയുമുള്ള ആൾക്കാരുണ്ടാവും. നീ അവരുടെ രക്തബന്ധം ഇല്ലാതാക്കാൻ നോക്കിയാലും അവരുടെ ഉള്ളിലുള്ള തീ ഒരിക്കലും അണയില്ല. അങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് നടന്നു വരുന്നത്. ഇനി ഭാവിയിൽ 100ഓളം വർഷങ്ങൾക്ക് മുമ്പുള്ള ചുരുളഴിയാത്ത ഹിസ്റ്ററിയും പൊക്കിപ്പിടിച്ച് അവൻ വരും ഈ ലോകത്തിന് മുമ്പിൽ അത് തുറന്നു കാട്ടാൻ. സെങ്കോക്കു, നീയും നിന്റെ വേൾഡ് ഗവൺമെന്റും ഒരു ദിവസം നടക്കാൻ പോകുന്ന ആ മഹത്തായ യുദ്ധത്തെ പേടിക്കുന്നുണ്ട്. എനിക്കിതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ ഒരുവൻ ആ ട്രഷർ കണ്ടുപിടിക്കുമ്പോ ഈ ലോകം മൊത്തം തലകീഴായി മറിയും. എനിക്ക് ഉറപ്പുണ്ട്, ഒരാൾ അത് കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. ആ ദിവസം വരും. One Piece は実在する。
വൺ പീസ് റിയൽ ആണെന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വൈറ്റ് ബീഡ് അലറി വിളിച്ചു പറയുന്നു. കണ്ടു നിൽക്കുന്ന ലോകത്തിലുള്ള എല്ലാ ജനങ്ങളും ഞെട്ടിത്തരിച്ചുപോയി. ഇത് കണ്ട് സെങ്കോക്കുവിനാവട്ടെ ആകെ മൊത്തം ദേഷ്യം പിടിക്കുന്നുണ്ട്. ലോകത്തിനെ മുഴുവൻ പിടിച്ചു കുലുക്കത്തക്ക രീതിയിലുള്ള ഒരു വാക്ക് പറഞ്ഞിട്ട് വൈറ്റ് ബീഡ് പിന്നെ അനങ്ങുന്നില്ല. അത് കണ്ട് വൈറ്റ് ബീഡ്സിലെ മുഴുവൻ ആൾക്കാരും പൊട്ടിക്കരയുന്നു. അപ്പൊ വൈറ്റ് ബീഡിന്റെ ശബ്ദത്തിൽ, എന്നോട് ക്ഷമിക്കും മക്കളെ, നിങ്ങൾ എനിക്കെല്ലാം തന്നു, ഇപ്പൊ എനിക്ക് പോവാനുള്ള സമയമായി എന്ന് ചിന്തിക്കുന്ന വൈറ്റ് ബീഡിന്റെ ഇത്രയും നാളത്തെ യാത്രയാണ് ഇവിടെ വെച്ച് അവസാനിക്കാൻ പോകുന്നത്. ഒരുപാട് പേരെ കണ്ടുമുട്ടി, ഒരുപാട് പേരെ കൂടെ കൂട്ടി, അങ്ങനെ ഒരു വലിയ വൈറ്റ് ബീഡ് പൈററ്റ്സ് ഉണ്ടായി. ഇത് ചിന്തിക്കുന്ന വൈറ്റ് ബീഡ് ഇതൊരു വലിയ യാത്രയായിരുന്നു. ഇപ്പോഴാണ് ആ പഴയ പാസ്റ്റ് കാണിക്കുന്നത്. ട്രഷറിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ ഇരിക്കുന്ന വൈറ്റ് ബീഡിനോട് പിന്നെ എന്താ നിനക്ക് വേണ്ടതെന്ന് അവന്റെ ക്രൂ ചോദിക്കുമ്പോ, എനിക്ക് കുട്ടിയായിരിക്കുമ്പോഴേ ഒന്ന് വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഓഹോ, നിനക്ക് വേണോ? എന്നാ പറ, നിനക്ക് എന്താ വേണ്ടത്? അത് കേട്ട് കടലിലേക്ക് നോക്കി ചിരിക്കുന്ന വൈറ്റ് ബീഡ് അവനൊരു ഫാമിലിയാണ് വേണ്ടതെന്ന് പറഞ്ഞു. അത് കേട്ട എല്ലാവരും പൊട്ടിച്ചിരിച്ചു. പക്ഷെ വൈറ്റ് ബീഡിന് താൻ ആഗ്രഹിച്ച ഒരു ഫാമിലി കിട്ടി. എന്നിട്ടിപ്പോ വൈറ്റ് ബീഡ്, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്റെ മക്കളെ, ഗുഡ് ബൈ എന്ന് പറഞ്ഞു വൈറ്റ് ബീഡ് ഇത്രയും യുദ്ധത്തിന്റെ അവസാനം ഒരടി പോലും അനങ്ങാതെ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ വയസ്സ് 72. കാലം അദ്ദേഹത്തിന്റെ ശരീരം തളർത്തിയിട്ടും ക്യാൻസർ എന്ന് പറയുന്ന മഹാരോഗം വന്ന് മരണം അടുത്തു വന്ന് ചുവടുവെച്ചിട്ടും അദ്ദേഹം ഒരടി പോലും അനങ്ങിയില്ല. അവസാനം ലോകം മുഴുവൻ അദ്ദേഹത്തിനെതിരായി വന്നപ്പോ അവർക്ക് അദ്ദേഹത്തെ തടയാനായിട്ട് വേണ്ടി വന്നത് 3 അഡ്മിറൽസ്, 10,000-ഓളം എലൈറ്റ് സോൾജിയേഴ്സ്, ലോകത്തിലെ മുഴുവൻ വൈസ് അഡ്മിറൽ, റിയർ അഡ്മിറൽ, ക്യാപ്റ്റൻ, കമാൻഡർ, ലൂട്ടനന്റ്, 7 വാർലോഡ്സിലെ വാർലോഡുകൾ. എല്ലാത്തിന്റെയും അവസാനം ബ്ലാക്ക് ബീഡും അവന്റെ ക്രൂവും ഇവരെല്ലാം ചേർന്ന് കൊന്നുകളയാൻ നോക്കിയത് ഒരേ ഒരു മനുഷ്യനെ, എഡ്വേർഡ് ന്യൂഗേറ്റ് അഥവാ വൈറ്റ് ബിയേർഡ്. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മുഴുവൻ 267 വെട്ട്, 152 ഗൺ ഷോട്ട്, 46 കാനോൺ ബോൾ അറ്റാക്ക്. ഇത്രയൊക്കെ കൊണ്ടിട്ടും അദ്ദേഹത്തിന്റെ പ്രൗഢി നിറഞ്ഞ പുറംഭാഗം ഇത്രയും കാലത്തെ പൈററ്റ് ജീവിതത്തിനിടയിൽ എന്തിന് ഇപ്പോ വരെ ഒരു പോറൽ പോലും സംഭവിച്ചിട്ടില്ല. വൈറ്റ് ബിയേർഡിന് എയ്സിനെ രക്ഷിക്കാൻ പറ്റിയില്ല. അങ്ങനെ എയ്സ് മരിച്ചു. എയ്സ് മരിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോ വൈറ്റ് ബിയേർഡും മരിച്ചു. ഈ ഒരു ന്യൂസ് ലോകം മുഴുവനുള്ള എല്ലാ ജനങ്ങളും അറിയുന്നുണ്ട്. കുറെ പേര് വൈറ്റ് ബിയേർഡ് മരിച്ചറിഞ്ഞ് ഒരുപാട് സന്തോഷിക്കുന്നു. അവർക്കൊക്കെ വൈറ്റ് ബിയേർഡ് എന്ത് ദ്രോഹ ചെയ്തെന്ന് അറിയില്ല. പക്ഷെ അവരൊക്കെ ഒരുപാട് സന്തോഷിക്കുന്നു. എല്ലാത്തിനും കാരണം നേവി, ദ വേൾഡ് ഗവൺമെന്റ്. ഇവരൊക്കെ ആ മനുഷ്യനെ ഒരു വൃത്തികെട്ട ആളായിട്ട് ചിത്രീകരിച്ചു. കേൾക്കുന്ന ജനങ്ങൾ അത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് വൈറ്റ് ബിയേർഡിന്റെ മരണം എല്ലാവരും ആഘോഷിക്കുന്നത്. സബോഡിയിലുള്ള ആൾക്കാർക്ക് എന്നത് നേരെ തിരിച്ചാണ്. അവർക്കൊന്നും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കണ്ടു നിൽക്കുന്ന എല്ലാവരും ഷോക്കായി. സബോഡിയിൽ ഇതൊക്കെ കണ്ട് ഒരു ഭാഗത്ത് റെയിലി ഇരിക്കുന്നുണ്ട്. കണ്ടു നിൽക്കുന്ന റെയിലിയുടെ കണ്ണ് നിറഞ്ഞു. എന്തിനാണ് റെയിലി കരയുന്നതെന്ന് വെച്ചാൽ റെയിലിക്ക് വൈറ്റ് ബിയേർഡിനെ അറിയാം, അവർക്ക് പരിചയമുണ്ട്. സോ അയാൾ നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മരണം റെയിലിക്ക് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ റെയിലിയുടെ ക്യാപ്റ്റൻ റോജറിന്റെ മകൻ എയ്സ് മരിച്ചതുകൊണ്ടാവണം. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും ഇപ്പോഴും ആശ്വസിക്കാനായിട്ടില്ല. യുദ്ധം ഇതുവരെ അവസാനിക്കാനായിട്ടില്ല. കാരണം ബ്ലാക്ക് ബീഡും വന്നല്ലോ. ബ്ലാക്ക് ബീഡിനെ എന്ത് ചെയ്യുന്ന ആർക്കറിയാം. ഇവിടെ മറൈൻ ഫോർട്ടിൽ ക്യാപ്റ്റൻ ബഗ്ഗി അവന്റെ ആൾക്കാരെയൊക്കെ തനിച്ചാക്കി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. കാരണം ഇത്രയും നേരം സമയമാവട്ടെ, നമുക്ക് വൈറ്റ് ബീഡിനെ കൊല്ലാം, ഞാൻ എന്തായാലും അയാളെ കൊന്നിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നേരം ബഗ്ഗി പിടിച്ചു നിന്നു. അവസാനം ബ്ലാക്ക് ബീഡ് വന്ന് വൈറ്റ് ബീഡിനെയും കൊന്നു. ഇപ്പൊ ബ്ലാക്ക് ബീഡ് മരിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞ് ബഗ്ഗി അവിടെ നിന്ന് കരഞ്ഞോണ്ട് പോകുന്നു. അത് കണ്ട് ബഗ്ഗിയുടെ ആൾക്കാരാവട്ടെ ക്യാപ്റ്റൻ ബഗ്ഗി കരഞ്ഞു. അതിനർത്ഥം ക്യാപ്റ്റൻ ബഗ്ഗിക്ക് വൈറ്റ് ബീഡിനോട് ദയ തോന്നി കാണും. ഇത്രയും വലിയൊരു മനുഷ്യനാണ് ബഗ്ഗി, ക്യാപ്റ്റൻ ബഗ്ഗി ഞങ്ങളുടെ ഹീറോയാണ് എന്ന് പറഞ്ഞ് അവർ ബഗ്ഗിയുടെ പുറകെ ഓടി പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള ട്രാൻസ്പോർട്ടർ സ്നെയിൽ അത് താഴെ ഇട്ടിട്ടാണ് പോകുന്നത്. അതിലൂടെ ഇപ്പോഴും ലോകത്തിലുള്ള എല്ലാ ആൾക്കാർക്കും അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതേ സമയത്ത് ബ്ലാക്ക് ബീഡും അവന്റെ ക്രൂവും മരിച്ചുപോയ വൈറ്റ് ബീഡിന്റെ ശരീരത്തിലേക്ക് ഒരു കറുത്ത തുണി ഇടുന്നു. എന്നിട്ട് വൈറ്റ് ബീഡിനെ മൂടിയ തുണിയുടെ അകത്തേക്ക് ബ്ലാക്ക് ബീഡ് കയറി പോകുന്നു. ഇത് കാണുന്ന മറൈൻസിനോ ബാക്കിയുള്ളവർക്കും ഒന്നും മനസ്സിലാവില്ല എന്തിനാണ് ബ്ലാക്ക് ബീഡ് ഇത് ചെയ്യുന്നതെന്ന്. ഇവിടെ ലൂഫിയെ എടുത്ത് അവനെ രക്ഷിക്കാൻ വേണ്ടി പുറത്തേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ജീംബെ കപ്പലിന്റെ അടുത്തെത്തുമ്പോൾ കൂസാൻ കടൽ മുഴുവൻ ഐസാക്കി. അവർക്ക് രക്ഷപ്പെട്ടു പോവാൻ ഇനിയൊരു വഴിയില്ല. അതുകൊണ്ട് ജീംബെ തിരിഞ്ഞോടാൻ ശ്രമിക്കുന്ന സമയത്ത് അവിടേക്ക് പെട്ടെന്ന് ലൂഫിയെ കൊല്ലാൻ അക്കൈനു വരുന്നു. നേരത്തെ വൈറ്റ് ബീഡ് അടിച്ച് താഴെ ഇട്ടെങ്കിലും അക്കൈനു എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. എന്നിട്ട് ലൂഫിയെ കൊല്ലാൻ നിൽക്കുന്ന അക്കൈനുവിനെ ഇപ്പൊ ഇവാൻഗോയും ഇനാസുമയും അവിടെയുള്ള കുറച്ച് പൈററ്റ്സും ചേർന്ന് തടഞ്ഞു നിർത്തുന്നുണ്ട്. ഇവിടെ വൈറ്റ് ബീഡിന്റെ ദേഹത്തേക്ക് തുണിയിട്ട് അതിന്റെ അകത്തേക്ക് കയറി പോകുന്ന ബ്ലാക്ക് ബീഡ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങി വന്നു. പക്ഷെ പുറത്തേക്ക് വന്ന ബ്ലാക്ക് ബീഡിനും അവിടെയുള്ള വൈറ്റ് ബീഡിന്റെ ബോഡിക്കും ഒരു മാറ്റവും ഇല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പെട്ടെന്ന് ബ്ലാക്ക് ബീഡ് അവന്റെ ഡാർക്ക് ഫ്രൂട്ടിന്റെ പവർ കൊണ്ട് അവിടെയുള്ള മറൈൻസിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ ഇവിടെയല്ല പ്രശ്നം. എന്നിട്ട് ബ്ലാക്ക് ബീഡ് അവന്റെ അടുത്ത കൈ ചുരുട്ടി പിടിച്ച് എയറിലേക്ക് ഒരു ഒറ്റയടി. നേരത്തെ വൈറ്റ് ബീഡ് ചെയ്തതുപോലെ എയർ മുഴുവൻ ക്രാക്കായി മറൈൻ ഫോർഡ് മുഴുവൻ പൊട്ടി തകരാൻ തുടങ്ങി. അതുകൊണ്ട് എല്ലാവരും ഷോക്കായി പോവുകയാണ്. വൈറ്റ് ബീഡിന്റെ പവർ എങ്ങനെ ബ്ലാക്ക് ബീഡിന് കിട്ടി? വൺ പീസ് വേൾഡിനെ സംബന്ധിച്ച് ഒരാൾക്ക് 2 ഡബിൾ ഫ്രൂട്ട് പവർ ഉണ്ടാവില്ല. അതായത് ഒരാൾക്ക് 2 ഡബിൾ ഫ്രൂട്ട് തിന്നാൻ പറ്റില്ല. അങ്ങനെ ഒരാൾ 2 ഡബിൾ ഫ്രൂട്ട് തിന്നാല് അവര് പൊട്ടിത്തെറിച്ചില്ലാതാവും. പക്ഷെ എല്ലാവരെയും അത്ഭുതത്തിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ബീഡിന് 2 ഡബിൾ ഫ്രൂട്ട് പവർ കിട്ടി. അതൊന്ന് അവന്റെ ഡാർക്ക് ഫ്രൂട്ട്, രണ്ടാമത്തത് വൈറ്റ് ബീഡിന്റെ ട്രമർ ഫ്രൂട്ട്. ഇത് കണ്ട് അവിടെയുള്ള വൈറ്റ് ബീഡ് പൈററ്റ്സ് ഇതൊരിക്കലും സാധിക്കില്ല, അവൻ എങ്ങനെ ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഷോക്കാവുമ്പോ അവരോട് മാർക്കോ, അവനെ കൊണ്ട് ഇത് കഴിയും, നിങ്ങൾക്കറിയില്ലേ അവൻ ബാക്കിയുള്ളവരുടെ പോലെയല്ല, അവൻ എന്തോ വ്യത്യാസമുണ്ട്, അതുകൊണ്ടായിരിക്കും അവൻ ഇത് ചെയ്തത്. ബ്ലാക്ക് ബീഡ് എന്നിട്ട് മറൈൻ ഫോർഡ് മുഴുവൻ നശിപ്പിക്കുമെന്ന് പറയാണ്. അവനാണ് ലോകത്തിലെ സ്ട്രോങ്ങസ്റ്റ്, അവനെ കൊണ്ട് എന്തും ചെയ്യാൻ പറ്റും, വയസ്സായ 2 പേരെ കൊന്നുകളയും എന്ന് ഗാർപ്പിനെയും സെങ്കോക്കുവിനെയും കൊന്നുകളയെന്ന് പറയാണ്. ഗാർപ്പും സെങ്കോക്കും ആരാണെന്ന് ബ്ലാക്ക്
ബ്ലാക്ക് ബീഡിനെ അറിയില്ല. പണ്ട് വൻ പുലികൾ വാണിരുന്ന കാട്ടില് ഇവരൊരു നരിയല്ല, പകരം ആ കാട്ടിലെ പുലികളായിരുന്നു എന്നുള്ള കാര്യം ബ്ലാക്ക് ബീഡിനെ അറിയില്ല. ബ്ലാക്ക് ബീഡ് എന്നിട്ട് മറൈൻഫോർഡ് മുഴുവൻ ഞാൻ വെള്ളത്തിലേക്ക് ഇടിച്ച് താഴ്ത്തും എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ചോണ്ടിരിക്കുമ്പോ സെങ്കോക്കു ചാടി വന്നൊരു പഞ്ച്. ആ പഞ്ചിൽ ബ്ലാക്ക് ബീഡും അവന്റെ പകുതി ക്രൂവും അടിച്ച് താഴെ വീണു. ഇവിടെ എല്ലാവരും അക്കൈനുവിനെ തടഞ്ഞു നിർത്തിയപ്പോ ലൂഫിയെയും കൊണ്ട് ജീംബെ കപ്പലിലേക്ക് ഓടിപ്പോകുന്നു. പക്ഷെ കടൽ മുഴുവൻ കൂസാൻ ഐസാക്കി മാറ്റിയതാണ്. അത് കണ്ട് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അവരുടെ പുറകിലൂടെ വന്ന അക്കൈനു ജീംബയുടെ തോളിലൂടെ അവന്റെ കൈ കുത്തിയിറക്കി. ലൂഫിയുടെ ശരീരത്തിലും അവന്റെ അറ്റാക്ക് കൊള്ളുന്നുണ്ട്. അങ്ങനെ ലൂഫിയും ജീംബയും താഴേക്ക് വീണു. അക്കൈനുവിന്റെ അറ്റാക്ക് കാരണം ലൂഫിയുടെ നെഞ്ചിൽ ഒരു വലിയ മുറിവായിട്ടുണ്ട്. ഇപ്പൊ അക്കൈനു ലൂഫിയെ വീണ്ടും കൊല്ലാൻ വരുന്നത് കണ്ട് ജീംബയ്ക്ക് അവൻ ജയിലിൽ കിടന്നപ്പോ എയ്സ് അവനോട് പറഞ്ഞ കാര്യം ഓർമ്മ വരുന്നു. എനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയിട്ടില്ലെങ്കിലും നീ എന്റെ ബ്രദറിനെ നോക്കണേ എന്ന് എയ്സ് പറഞ്ഞത് ഓർക്കുന്ന ജീംബെ ലൂഫിയെ രക്ഷിക്കാൻ വേണ്ടി ജീംബെ എണീറ്റ് അവനെ മറച്ചു പിടിക്കുന്നു. ഞാൻ മരിച്ചു പോയാലും ലൂഫിയെ ഞാൻ മരിക്കാൻ സമ്മതിക്കില്ല എന്ന് ജീംബെ പറയുന്നു. അക്കൈനു ഉടനെ അത് കേട്ട് അവൻ അറ്റാക്ക് ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് താഴെയുള്ള ഐസ് പൊട്ടി അതിന്റെ അകത്ത് നിന്ന് വന്ന മണല് അക്കൈനുവിനെ വെട്ടി താഴെയിട്ടു. അതാണ് നമ്മുടെ സർ ക്രോക്കോഡൈൽ. ശേഷം ക്രോക്കോഡൈൽ അവന്റെ പവർ കൊണ്ട് ഒരു ചുഴലിക്കാറ്റുണ്ടാക്കി അതിൽ കയറ്റി അവിടെ നിന്ന് തൂക്കി എറിയുന്നു. എല്ലാവരും ചേർന്ന് അവരെ പിടിക്കാൻ പോകുമ്പോൾ സങ്കടത്തോടെ കരഞ്ഞു വരുന്ന ബഗ്ഗിയുടെ അടുത്തേക്കാണ് അവർ വരുന്നത്. പെട്ടെന്ന് ബഗ്ഗി അവരെ പിടിച്ചു. ഏത് നാറുകളാണ് ഇവന്മാരെ എന്റെ അടുത്തേക്ക് തൂക്കി എറിഞ്ഞത് എന്ന് ബഗ്ഗി പറയുമ്പോൾ അവന്റെ ആൾക്കാർ വിചാരിക്കുന്നത് ബഗ്ഗി ലൂഫിയും ജീംബയെ അറിഞ്ഞുകൊണ്ട് സഹായിച്ചതാണെന്നാ. അതും കൂടെ കണ്ടപ്പോൾ അവർ വീണ്ടും ബഗ്ഗിയെ പുകഴ്ത്തി. ഇപ്പൊ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അക്കൈനു ബഗ്ഗിയെ അറ്റാക്ക് ചെയ്യുന്നു. അത് കണ്ട് ബഗ്ഗി പേടിച്ച് അവിടെ നിന്ന് പറന്നു പോകുന്നു. ഇപ്പൊ ലൂഫിയെ അറ്റാക്ക് ചെയ്യുന്ന അക്കൈനുവിന്റെ അടുത്തേക്ക് അവനെ തടയാൻ വേണ്ടി വൈറ്റ് ബേഡ്സിലെ മുഴുവൻ കമാൻഡേഴ്സും എത്തി. ഇപ്പൊ ജീംബയും ലൂഫിയും കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഗ്ഗി ഈ നാറുകൾ എന്നെ വീണ്ടും പ്രശ്നത്തിലേക്ക് കൊണ്ട് ചാടിച്ചു. ഇവന്മാർക്ക് ഇങ്ങനെ പലതും ചെയ്തു കൂട്ടിയ പോരെ, പ്രശ്നം മുഴുവൻ എന്റെ തലേക്കും. നീ വല്ലതും കേൾക്കുന്നുണ്ടോടാ ജീംബെ? അത് കേട്ടിട്ടും ജീംബെ ഒന്നും മിണ്ടുന്നില്ല. കാരണം ജീംബയുടെ ബോധം പോയി. ഇവിടെ ഇപ്പൊ വൈറ്റ് ബേഡ്സിലെ കമാൻഡേഴ്സ് മുഴുവനും അവരുടെ കൂടെ ക്രോക്കോഡൈലും ഇവരെല്ലാവരും ചേർന്ന് അക്കൈനുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. മറ്റൊരു ഭാഗത്ത് സെങ്കോക്കു ബ്ലാക്ക് ബീഡിന്റെയും അവന്റെ മുഴുവൻ ക്രൂവിന്റെയും കൂടെ ഫൈറ്റ് ചെയ്യുന്നു. നമ്മുടെ പാവം ബഗ്ഗിയാണെങ്കിൽ ഇവരുടെ ഇടയിൽ നിന്ന് ജീംബയും ലൂഫിയും കൊണ്ട് എങ്ങനെയൊക്കെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ഇതേ സമയത്താണ് കടലിന്റെ അടിയിലൂടെ മറ്റേതോ ഒരു സബ്മറൈൻ വരുന്നത്, മറ്റേതോ ഒരു പൈററ്റ് ക്രൂവിന്റെ കപ്പല്. ഉടനെ അവരുടെ ക്യാപ്റ്റൻ പറഞ്ഞ അനുസരിച്ച് അവരാ കപ്പല് മുകളിലേക്ക് കൊണ്ടുവന്നു. അത് കപ്പലുമാണ്, അതിന്റെ കൂടെ അതൊരു സബ്മറൈനുമാണ്. കടലിന്റെ അടിയിലൂടെ പോകാൻ പറ്റും. ഇപ്പൊ അവിടേക്ക് വന്ന ആ കപ്പലിലെ ക്യാപ്റ്റൻ ബഗ്ഗിയോട് അവന്റെ കയ്യിലുള്ള ലൂഫിയെ ആ കപ്പലിലേക്ക് കയറ്റാൻ പറയുന്നു. അത് കേട്ട് നമ്മുടെ ക്യാപ്റ്റൻ ബഗ്ഗി ആവട്ടെ, നീ ഏതാടാന്ന് അറി, പെട്ടെന്ന് വന്ന് സ്ട്രോ ഹാറ്റിനെ ചോദിച്ചാ ഞാൻ തരുമെന്നാണോ? എടുത്തോണ്ട് പോടാ നിന്റെ പാട്ട കപ്പല്. അതിനാ കപ്പലിൽ വന്ന ക്യാപ്റ്റൻ സ്ട്രോ ഹാറ്റ് ഞാനും മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ശത്രുക്കളാണ്. പക്ഷേ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട്, അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവൻ ഇവിടെ വെച്ച് മരിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഇവൻ മറ്റാരുമല്ല, ഹെർട്സ് പൈററ്റ്സിന്റെ ക്യാപ്റ്റൻ ട്രഫാൽഗർ ലോ. നമ്മൾ സബോഡിയിൽ വെച്ച് കണ്ട അതേ ലോ. നേരത്തെ മറൈൻഫോർഡിൽ ഫൈറ്റ് നടക്കുന്ന സമയത്ത് ലോ അവന്റെ ക്രൂവിനെയും വിളിച്ച് ഇവിടേക്കാണ് വന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ ലോ ബഗ്ഗിയോട് അവനെ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ സഹായിക്കാം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ എന്റെ കപ്പലിലേക്ക് കയറ്റ്, കാരണം ഞാനൊരു ഡോക്ടറാണ്. ഇപ്പൊ ലോയെ കാണുന്ന മറൈൻസിനെ അവൻ ആരാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാ മറൈൻസും ലോയുടെ സബ്മറൈൻ അറ്റാക്ക് ചെയ്യുന്നു. ഇവിടെ ലൂഫിയെ തൊടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വൈറ്റ് ബീഡ്സിലെ കമാൻഡേഴ്സ് മുഴുവൻ അക്കൈനുവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നു. ആ സമയത്ത് മറൈൻസിലെ മുഴുവൻ ആൾക്കാരും രണ്ടായിട്ട് പിരിഞ്ഞ് കുറച്ചുപേര് വൈറ്റ് ബീഡ്സിനെയും കുറച്ചുപേര് ബ്ലാക്ക് ബീഡിന്റെയും ക്രൂവിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ഇതേ സമയത്ത് മറ്റൊരു ഭാഗത്തുള്ള കോബിക്ക് ഇവിടെ നടക്കുന്ന ഈ ഫൈറ്റ് ഒക്കെ കണ്ട് ഒരു മാതിരിയാവുന്നുണ്ട്. കാരണം ഈ ഒരു യുദ്ധം കൊണ്ട് ഒരുപാട് പേര് മരിച്ചുപോയി, ഇനിയും എത്രയോ ആൾക്കാർ മരിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ ഓർത്ത് കോബി സഹിക്കാൻ കഴിയാതെ മുട്ടുകുത്തിയിരുന്നു. ഇവിടെ ബ്ലാക്ക് ബീഡിനെതിരെ സെങ്കോക്കു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബീഡിന്റെ ഒരു ക്രൂ മെമ്പർ പെട്ടെന്ന് സെങ്കോക്കുവിനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പക്ഷെ ചാടി വരുന്ന ഗാർപ്പ് അവനെ ഒരേ ഒരു പഞ്ചിന് അടിച്ച് താഴെ ഇട്ടു. അപ്പൊ ബ്ലാക്ക് ബീഡ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നേരത്തെ വൈറ്റ് ബീഡ് ചെയ്തതുപോലെ എയറിൽ പിടിച്ചു വലിച്ചു. അങ്ങനെ മറൈൻഫോർഡ് മുഴുവൻ ചെരിഞ്ഞു പോകുന്നു. വലിയ വലിയ സുനാമി ഉണ്ടാവുന്നു. എല്ലാ കപ്പലും തകർന്നു പോകുന്നു. ഈ സുനാമി ഉണ്ടാവുന്നതിനെ തുടർന്ന് സബോഡിയിലുള്ള എല്ലാ ജനങ്ങളോടും അവിടെ നിന്ന് മാറാൻ പറയുന്നു. കാരണം അത്രത്തോളം വലിയ സുനാമിയാണ് ഉണ്ടായി വരുന്നത്. ഇവിടെ ബ്ലാക്ക് ബീഡ് ഇത്രത്തോളം കാണിച്ചു കൂട്ടിയിട്ടും അക്കൈനുവിനെ ലൂഫിയെ പിടിക്കണമെന്നാണ്. ബ്ലാക്ക് ബീഡ് അവിടെ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുമ്പോൾ അക്കൈനുവിനെ ലൂഫിയെ പിടിച്ചേ പറ്റൂ. ഇവിടെ കോബിയുടെ അടുത്ത് ഇത്രയും ആൾക്കാർ മരിക്കുന്നതും ഈ വലിയ യുദ്ധവും ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ കോബി അക്കൈനു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തേക്ക് ഓടി വരുന്നു. ലൂഫിയും ജീംബയും തൂക്കിയെടുത്ത് വരുന്ന ബഗ്ഗിയെ കിസാറു വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ബഗ്ഗി പെട്ടെന്ന് അവരെ രണ്ടുപേരെയും ലോയുടെ സബ്മറൈനിലേക്ക് എടുത്തെറിഞ്ഞു. അങ്ങനെ ലൂഫിയും ജീംബയും ആ കപ്പലിലേക്ക് എത്തി. അത് കണ്ട് കിസാറു ആ കപ്പലിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ കോബി അലറി വിളിച്ച് ഇതൊക്കെ ഒന്ന് അവസാനിപ്പിക്കുന്നു പറയുന്നു. അത് കേട്ട കിസാറു അറ്റാക്ക് ചെയ്യാതെ ശബ്ദം വന്ന ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കി. കോബി അങ്ങനെ പറഞ്ഞത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. എന്നിട്ട് കോബി കരഞ്ഞുകൊണ്ട് നമ്മൾ ആൾക്കാരുടെ ജീവൻ വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയുള്ള എല്ലാ സോൾജേഴ്സിനും ഒരു ഫാമിലി ഉണ്ട്. അവരെപ്പോഴാണ് വീട്ടിലേക്ക് വരുന്നതെന്ന് നോക്കിയിരിക്കുന്ന ഒരു ഫാമിലി. നമ്മൾ വിചാരിച്ചത് നമ്മൾ നടത്തിയില്ലേ, എന്നിട്ട് നമ്മൾ വീണ്ടും ഈ പൈററ്റ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിത് നിർത്താൻ കഴിയും, പക്ഷെ നമ്മൾ നിർത്തുന്നില്ല. ഒരുപാട് സോൾജേഴ്സിന്റെ ജീവൻ അറ്റുപോയി. ഇങ്ങനെ പോയാൽ എല്ലാവരും മരിച്ചു പോകും. അങ്ങനെ നമ്മുടെ സോൾജേഴ്സിന്റെ എണ്ണം കുറയും. അവരൊരിക്കലും ഒരു മണ്ടന്മാരല്ല എന്ന് പറഞ്ഞ് കോബി അലറിക്കൊണ്ട് അക്കൈനുവിനെ തടഞ്ഞ് അവന്റെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പൊ അക്കൈനു അവനോട് നീ ആരടാ മണ്ട, നിന്നെ പോലെയുള്ള ഒരു സോൾജറിനെ ഞങ്ങൾക്ക് വേണ്ട. അത് കേട്ട് കോബി അവന്റെ മനസ്സിൽ ഓ ഇല്ല, ഞാനിപ്പോ മരിച്ചു പോകും, പക്ഷെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഒരു കുറ്റബോധവും ഇല്ല. ഉടനെ അക്കൈനു അവന്റെ കൈ കൊണ്ട് കോബിയെ കുത്താൻ വരുന്നു.
よくやった若い海兵。 പെട്ടെന്ന് കോബിയുടെ ബോധം പോയി അവൻ താഴെ വീണു. എന്നിട്ട് അക്കൈനുവിനെ തടഞ്ഞ ആ മനുഷ്യൻ, ഡാ കുട്ടി നേവി സോൾജിയർ, നീ ചെയ്തത് എന്തായാലും നന്നായി. നീ നിന്റെ ജീവൻ പോലും നോക്കാതെ ഇത്രയും കാര്യങ്ങൾ നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രം നിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ പറഞ്ഞത് വരാൻ പോകുന്ന ഭാവിയെ നല്ലതോ അല്ലെങ്കിൽ ചീത്തതോ ആയിട്ട് മാറ്റും എന്നിങ്ങനെ ഈ വന്ന ആള് പറയുമ്പോൾ ലോയോ അവന്റെ ക്രൂവും ലൂഫിയും ജീമ്പയും കൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. അത് കണ്ട് കിസാറു അവനെ അറ്റാക്ക് ചെയ്യാൻ പോകുമ്പോൾ പെട്ടെന്ന് സിഗരറ്റ് ഒക്കെ വലിച്ചിരിക്കുന്ന ഒരാള് കിസാറുവിന്റെ നേരെ തോക്ക് ചൂണ്ടി ഒന്നും ചെയ്യാതെ കൈ ഉയർത്ത് കിസാറു എന്ന് അയാൾ പറയുന്നത് കേട്ട് കിസാറു ബെൻ ബെക്മാൻ എന്ന അയാളുടെ പേര് വിളിച്ച് കൈ ഉയർത്തി. ഇപ്പൊ അവിടേക്ക് ഒരു കപ്പൽ വരുന്നു, 4 എംബറേഴ്സിലെ വൺ ഓഫ് ദ എംബററിന്റെ കപ്പൽ. എന്നിട്ട് അക്കൈനുവിനെ തടഞ്ഞ മനുഷ്യൻ നിലത്ത് കിടക്കുന്ന ലൂഫിയുടെ തൊപ്പി വന്നെടുത്തു. ഈ വന്നത് വേറെ ആരുമല്ല, അക്കഗാമിനോ ഷാങ്സ്, ലോകത്തിലെ 4 എംബറേഴ്സിലെ മറ്റൊരു എംബറർ. തൊപ്പി എടുത്ത് നിൽക്കുന്ന ഷാങ്സ് ഈ യുദ്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞു. ഷാങ്സ് എന്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് വെച്ചാൽ ഈ നടക്കുന്ന യുദ്ധം നിർത്താൻ വേണ്ടിയാണ്. നിങ്ങൾ ആലോചിക്കണം, ഷാങ്സ് ഇവിടേക്ക് വരുന്നതിന് മുമ്പ് എവിടെയായിരുന്നു? ന്യൂ വേൾഡില് കൈഡോയെ തടഞ്ഞ് അയാളുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ അതല്ല പ്രശ്നം. മറൈൻ ഫോർഡിൽ നിന്ന് ന്യൂ വേൾഡിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല, ഒരുപാട് ദൂരമുണ്ട്. ഒരു നോർമൽ പൈററ്റിനെ കൊണ്ട് ഒരിക്കലും ഇത്രയും ദൂരം വരാൻ പറ്റില്ല. അതും കൈഡോ എന്ന് പറയുന്ന ഒരു എംബററിനെ തടഞ്ഞിട്ട് ഷാങ്സ് എത്രമാത്രം പവർഫുൾ ആണെന്ന് ഈ കാര്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ഷാങ്സ് എന്തിനാണ് ഈ ഫൈറ്റ് തടയുന്നതെന്ന് വെച്ചാൽ ഷാങ്സിന്റെ ക്യാപ്റ്റൻ ഗോൾഡി റോജറിന്റെ മകനാണ് മരിച്ചത്. അല്ലെങ്കിൽ ഷാങ്സിന് അത്രയും പ്രിയപ്പെട്ട ലൂഫിക്ക് അപകടം പറ്റിയതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഷാങ്സിന് അറിയുന്ന വൈറ്റ് ബീഡ് മരിച്ചതുകൊണ്ടായിരിക്കാം. ഇനി അതും അല്ലെങ്കിൽ ഇത്രയും പേര് ഫൈറ്റ് ചെയ്ത് ഒരുപാട് പേര് മരിച്ചു, ഇനിയും ഒരുപാട് പേര് മരിക്കും. കൂടാതെ ഈ ലോകത്തിനെ ഈ യുദ്ധം ഇനിയും ബാധിക്കും. അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈ ഫൈറ്റ് നിർത്താൻ വേണ്ടി ഷാങ്സ് ഇവിടേക്ക് വന്നത്. ഇപ്പൊ ഷാങ്സിനെ കാണുന്ന ഗാർപ്പ് അവൻ കാരണമാണ് ലൂഫി പൈററ്റ് ആയത് എന്ന് പറഞ്ഞ് ദേഷ്യം പിടിക്കും. അക്കൈനുവിന് മുൻപില് ഒരു പേടിയില്ലാതെ നിൽക്കുന്ന ഷാങ്സിനെ കണ്ടപ്പോ മറൈൻ ഫോർഡ് മുഴുവൻ ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. കാരണം ഷാങ്സ് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല, വൻ സംഭവമാണ്. അവരൊക്കെ ചിന്തിക്കുന്നത് ഷാങ്സ് ന്യൂ വേൾഡിൽ കൈഡോയുടെ കൂടെ ഫൈറ്റ് ചെയ്തത് ഇന്നലെയാണ്. അതും തീർത്ത് ഷാങ്സ് ഇന്ന് ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഷാങ്സിനെ കാണുന്ന അവർ പകച്ചു പോകാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. കാരണം ഒരു എംബറിന്റെ കൂടെ ഫൈറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ എത്തിയത്. ഇനി ഷാങ്സും കൂടെ വന്നാലുള്ള അവസ്ഥ പറയണ്ടല്ലോ. ഇപ്പൊ ഷാങ്സിനെ കാണുന്ന ബഗ്ഗി ഷോക്കായിട്ട്, ഷാങ്സ് നീ എന്ത് തേങ്ങക്കാടാ ഇവിടേക്ക് വന്നത്? അത് കേട്ട് ഷാങ്സ് ആവട്ടെ അവന്റെ കയ്യിലുള്ള ലൂഫിയുടെ തൊപ്പി പെട്ടെന്ന് ബഗ്ഗിക്ക് എറിഞ്ഞു കൊടുത്തു. എന്നിട്ട് അത് ലൂഫിക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറഞ്ഞു. അതിന് ബഗ്ഗി ഷാങ്സിനോട്, എന്ത് അവനിത് കൊണ്ടുപോയി കൊടുക്കാനോ? ഒരിക്കലുമില്ല, ഞാൻ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുകയാണ്. ഇനി ഇവന്മാരുടെ തല്ലുകൊള്ളാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് ഇത് സ്ട്രോ ഹാറ്റിന് കൊടുക്കാൻ നീ വേറെ ആളെ നോക്കിക്കോ മോനെ. ഓ അങ്ങനെയാണോ? അത് വളരെ കഷ്ടമായി പോയല്ലോ. എന്റെ കയ്യിലാണെങ്കിൽ ഒരു ട്രഷർ മാപ്പ് ഉണ്ട്, ഞാൻ വിചാരിച്ചു അത് നിനക്ക് തരാന്ന് എന്ന് പറഞ്ഞ് ഷാങ്സ് അവന്റെ പോക്കറ്റിൽ കൈയിടും. അതുകൊണ്ട് ബഗ്ഗി, എന്ത് ഇത് സത്യമാണോ? എന്നാ ശരിയടാ മോനെ, നീ ഇപ്പൊ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഇത് എന്തായാലും കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് ബഗ്ഗി ആ തൊപ്പി കൊടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഷാങ്സിന്റെ ക്രൂവിലെ ലക്കി റൂ എന്ന് പറയുന്ന ഒരു മെമ്പർ, ഇയാളെ നമ്മൾ പണ്ട് വൺ പീസിന്റെ 4ാമത്തെ എപ്പിസോഡിൽ വെച്ച് കണ്ടതാണ്. അതിനുശേഷം ഇപ്പോഴാണ് കാണുന്നത്. എന്നിട്ട് ഇയാൾ ഷാങ്സിനോട്, ബോസ് നിങ്ങൾ 10 വർഷം മുമ്പല്ലേ ലൂഫിയെ കണ്ടത്, അതുകൊണ്ട് നിങ്ങൾക്ക് അവനെ കാണണ്ടേ? ഇത് കേൾക്കുന്ന ഷാങ്സിനെ പണ്ട് ഈസ്റ്റ് ബ്ലൂവിൽ വെച്ച് ലൂഫിയുടെ കൂടെ വഴക്കുണ്ടാക്കുന്നതും അവനൊരു ഡബിൾ ഫ്രൂട്ട് തിന്നുന്നതും അവനെ സഹായിക്കുന്നതിന്റെ ഇടയിൽ ഷാങ്സിന്റെ കൈ പോകുന്നതും എന്നിങ്ങനെ അന്നത്തെ മുഴുവൻ കാര്യങ്ങളും ഓർത്തെടുക്കുന്ന ഷാങ്സ്, അതെ എനിക്ക് അവനെ കാണണം എന്ന് പറയുന്നു. ഇതേ സമയത്ത് ലോയോ അവന്റെ ക്രൂവും പരിക്ക് പറ്റിയ ലൂഫിയും ജീമ്പയും സർജറി ചെയ്യാൻ കപ്പലിന്റെ അകത്തേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് മറൈൻസ് അവരെ എപ്പോ വേണമെങ്കിലും അറ്റാക്ക് ചെയ്യാം. അതുകൊണ്ട് ലോയുടെ ക്രൂവിലുള്ള ബെപ്പോ എന്ന് പറയുന്ന മെമ്പർ, ക്യാപ്റ്റൻ അവരെപ്പോ വേണമെങ്കിലും നമ്മളെ അറ്റാക്ക് ചെയ്യാം, അതുകൊണ്ട് നമുക്ക് സബ്മറൈൻ എത്രയും പെട്ടെന്ന് കടലിലേക്ക് ഇറക്കണം, നിങ്ങൾ ആ വാതിൽ ക്ലോസ് ചെയ്തിട്ട് അകത്തേക്ക് വാ എന്ന് ബെപ്പോ പറഞ്ഞതിനെ ലോ അകത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് അവിടെ നിൽക്കുക എന്ന് പറഞ്ഞ് ബഗ്ഗി ഓടി വരുന്നത്. എന്നിട്ട് ഓടി വന്ന ബഗ്ഗി അവിടെ നിന്ന് അവന്റെ കയ്യിലുള്ള തൊപ്പി ലോയ്ക്ക് എറിഞ്ഞു കൊടുത്തു. തൊപ്പി പിടിച്ച ലോ എന്നിട്ട് അവരുടെ സബ്മറൈനിലേക്ക് കയറി വാതിലടച്ച് ആ സബ്മറൈൻ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. ഇവിടെ ഇതൊക്കെ കാണുന്ന ഷാങ്സ്, എനിക്ക് അവനെ കാണണം, പക്ഷേ എന്ന് പറഞ്ഞ് പണ്ട് ഷാങ്സ് ലൂഫി ഒരു വലിയ പൈററ്റ് ആയതിനു ശേഷമേ നിന്നെ കാണുള്ളൂ എന്ന് പറഞ്ഞ് ലൂഫിക്ക് തൊപ്പി വെച്ച് കൊടുക്കുന്നത് ഇപ്പൊ ഓർക്കുന്ന ഷാങ്സ് അവനെ എന്തായാലും കാണുന്നില്ല. കാരണം പണ്ട് പറഞ്ഞതുപോലെ ലൂഫി ഒരു വലിയ പൈററ്റ് ആയതിനു ശേഷം കാണാനായിരിക്കും ഷാങ്സിന്റെ ആഗ്രഹം. ലൂഫി ഇതുവരെ ഒരു വലിയ പൈററ്റ് ആയിട്ടില്ല, അതുകൊണ്ട് അന്ന് കൊടുത്ത വാക്ക് പാലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഷാങ്സ് അവനെ കാണാതിരിക്കുന്നത്. ഇപ്പൊ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്ന ഷാങ്സ്, ലൂഫി ഞാൻ നിന്നെ ഇപ്പോ കണ്ടാൽ പണ്ട് ഞാൻ നിനക്ക് തന്ന വാക്ക് തെറ്റിക്കുന്നത് പോലെ ആയിരിക്കും എന്ന് പറയുന്നു. ഇതേ സമയത്ത് കടലിന്റെ അടിയിലൂടെ പോകുന്ന ലോയുടെ സബ്മറൈന്റെ അകത്ത് ലോ ലൂഫിക്കും ജീമ്പയ്ക്കും ഉള്ള സർജറി ചെയ്യാൻ തുടങ്ങി. ഇവിടെ മറൈൻ ഫോർഡിൽ അക്കൈനു ഷാങ്സിനോട്, നീ ഡ്രാഗന്റെ മകനെ രക്ഷപ്പെടാൻ സമ്മതിച്ചല്ലേ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. പെട്ടെന്ന് കൂസാൻ ലൂഫിയെ പിടിക്കാൻ വേണ്ടി കടലിൽ മുഴുവൻ ഐസാക്കി. ഇപ്പൊ കടലിലൂടെ പോകുന്ന ലോയ്ക്കും അവന്റെ ക്രൂവിനും പുറത്തുനിന്ന് അവരെ പിടിക്കാൻ വേണ്ടി ആരോ അറ്റാക്ക് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അതുകൊണ്ട് സബ്മറൈൻ സ്പീഡിൽ കടലിന്റെ അടിയിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവർ കൂസാന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ പുറത്തുള്ള കിസാറു അവന്റെ പവർ കൊണ്ട് കടലിലേക്ക് ഒരുപാട് ഷൂട്ട് ചെയ്യുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സബ്മറൈൻ അവർ കൂടുതൽ അടിയിലേക്ക് കൊണ്ടുപോകും. ഇപ്പൊ ഇത് കണ്ട് പുറത്തുള്ള എല്ലാവരും ലൂഫി രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാതെ നിൽക്കുന്ന ഈ സമയത്ത് പെട്ടെന്ന് മറൈൻ ഫോർഡിൽ നിന്ന് ഒരു നേവി വാർഷിപ്പ് ആരോ
കൊണ്ടുപോവാണ്. അത് മറ്റാരുമല്ല, ലൂഫിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ബോവ ഹാൻകോക്ക് ആണ് കപ്പലെടുത്തത്. ഇവിടെ ഇപ്പൊ ബഗ്ഗി ഷാങ്സിനെ കുത്തിപ്പിടിക്കുന്നു. എന്താടാ നീ പറഞ്ഞത്? നീ ഇപ്പൊ എന്നോട് എന്താ പറഞ്ഞത്? ആ ട്രഷർ മാപ്പിനെ കുറിച്ച് നീ എന്നോട് കള്ളം പറഞ്ഞതാണല്ലേ നാറി. ആ നിമിഷത്തിൽ എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറയേണ്ടി വന്നതാ ബഗ്ഗി. അതിരിക്കട്ടെ, ഒരുപാട് നാളായല്ലോ നിന്നെ കണ്ടിട്ട് എന്ന് ഷാങ്സ് ബഗ്ഗിയോട് പറയുന്നു. കോപ്പാണ്, ഒരുപാട് നാളായെന്ന് പോലും. നീ എന്നോട് മിണ്ടി പോവരുത്. പിന്നെ എനിക്ക് നിന്നോട് ദേഷ്യം വരാനുള്ള കാരണം എന്താന്ന് നീ ഒരിക്കലും മറക്കരുത് ഷാങ്സ്. അത് കേട്ട് ഷാങ്സ് ആവട്ടെ, നീ എന്തിനെ കുറിച്ചായി പറയുന്നേ? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. നിനക്ക് ഓർമ്മയില്ലെന്നോ? അന്ന് നീ എന്റെ അടുത്തേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ആ ഡെവിൾ ഫ്രൂട്ട് ഞാൻ തിന്നില്ലായിരുന്നു. എനിക്ക് ആ ട്രഷർ കിട്ടാതിരിക്കില്ലായിരുന്നു. അതുപോലെ ഒരു ഡെവിൾ ഫ്രൂട്ട് യൂസർ ആവില്ലായിരുന്നു എന്ന് ബഗ്ഗി പറയുന്നത് കേട്ട് ഷാങ്സ്, ഓ അതാണല്ലേ അന്ന് സത്യത്തിൽ സംഭവിച്ചത്. ഓ നന്ദിയുണ്ട്, നിനക്ക് എപ്പോഴെങ്കിലും അത് മനസ്സിലായല്ലോ. അന്നത്തെ ആ സംഭവം ഓർക്കുമ്പോ എനിക്ക് നിന്നോടുള്ള ദേഷ്യം കൂടുകയാണ്. പിന്നെ നീ വന്ന ഉടനെ നീ എന്നെ കൊണ്ട് പണിയെടുപ്പിച്ചു. നീ ഇവിടേക്ക് വന്നത് ഈ യുദ്ധം നിർത്താനോ അങ്ങനെ എന്തിനോ വേണ്ടിയല്ലേ നീ ഇവിടേക്ക് വന്നത്? പക്ഷെ നീ കേട്ടോ, എനിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു യുദ്ധം ഉണ്ടാക്കാൻ പറ്റും നിന്റെ കൂടെ എന്ന് ബഗ്ഗി പറയുന്നത് അവിടെ പുറകിൽ നിൽക്കുന്ന അവന്റെ ആൾക്കാർ കേൾക്കുന്നുണ്ട്. മറൈൻഫോർഡ് മുഴുവൻ ഒരു നിമിഷത്തേക്ക് വിറപ്പിച്ച ഷാങ്സിനോടാണ് ബഗ്ഗി ഇങ്ങനെ കൂളായിട്ട് സംസാരിക്കുന്നത്. അതിനിടയിൽ വെല്ലുവിളിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് അവന്റെ ആൾക്കാർ വിചാരിക്കുന്നത് ബഗ്ഗി ഷാങ്സിനേക്കാളും വലിയ ആളാണ്, ബഗ്ഗി ഒരു ഗ്രേറ്റ് പൈററ്റ് ആണെന്നൊക്കെയാണ്. പക്ഷെ മണ്ടൻ ബഗ്ഗി ഷാങ്സിനെ വെറുതെ വെല്ലുവിളിക്കുകയാണെന്ന് അവർക്കറിയില്ല. ഇവിടെ ബഗ്ഗി ആവട്ടെ ഷാങ്സ് അവനോട് സമാധാനിക്കെന്ന് പറഞ്ഞ് അവിടുന്ന് പോയതിനു ശേഷം ഇവന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് സുരക്ഷിതമായിട്ട് പുറത്തേക്ക് പോകാൻ പറ്റും, അതുകൊണ്ട് ഇവനെ കൂട്ടുപിടിക്കാം എന്നിങ്ങനെ ബഗ്ഗി അവന്റെ മാസ്റ്റർ മൈൻഡിൽ ചിന്തിക്കുന്നു. ഇപ്പൊ വൈറ്റ് ബീഡ്സിന്റെ അടുത്തേക്ക് നടന്നു വരുന്ന ഷാങ്സ്, മാർക്കോ തിരിച്ച് ഫൈറ്റ് ചെയ്യുന്നത് അവസാനിപ്പിക്കുക, ഇവിടെ നിന്ന് പോവാൻ നോക്ക് എന്ന് ഷാങ്സ് അവരോട് പറയുന്നു. ഇതേ സമയത്ത് മീഹോക്ക് അവിടെ നിന്ന് പോവുകയാണ്. അതുകൊണ്ട് മറൈൻസ് നീ എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുന്നു. അതിന് മീഹോക്ക് ആവട്ടെ, ഞാൻ വൈറ്റ് ബീഡിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാനാണ് സമ്മതിച്ചത്, അതിൽ റെഡ് ഹെയറിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാന്ന് ഞാൻ സമ്മതിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പോകാൻ സമയമായി എന്ന് പറഞ്ഞ് മീഹോക്ക് ഇനി ഫൈറ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നു. ഇതേ സമയത്ത് മറൈൻഫോർഡിലുള്ള എല്ലാവരോടുമായിട്ട് ഷാങ്സ്, നിങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹത്തിന് വേണ്ടി ഇനിയും തുടർന്നുകൊണ്ടിരുന്നാൽ അത് രണ്ടുപേർക്കും അറിഞ്ഞുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞത് ദഹിക്കാത്തവന്മാരുണ്ടെങ്കിൽ അവർക്ക് ധൈര്യമായിട്ട് മുന്നിലേക്ക് വരാം, ഞാനും എന്റെ ക്രൂവും എല്ലാത്തിനും തയ്യാറാണ് എന്നൊരു ഒന്നൊന്നര ഡയലോഗ് പറഞ്ഞിട്ട് ഷാങ്സ് അവന്റെ കത്തി വലിച്ചൂരി അവന്റെ മുഴുവൻ ക്രൂവിന്റെ ഒപ്പം നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഞെട്ടി തരിച്ചുപോയി. എന്നിട്ട് ഷാങ്സ് ബ്ലാക്ക് ബിയർഡിനോട്, ഞാൻ പറഞ്ഞതിനോട് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ടീച്ച്? അതായത് ബ്ലാക്ക് ബിയേർഡ്, നീ ഒരുപാട് സുന്ദരനായിട്ടുണ്ടല്ലോ ഷാങ്സ്, നിന്റെ മുഖത്തുള്ള പാട് അതൊന്നുകൂടെ നന്നായിട്ടുണ്ട് എന്ന് ബ്ലാക്ക് ബിയർഡ് പറയുന്നു. പെട്ടെന്ന് രണ്ട് ക്രൂവിലെയും സ്നൈപ്പേഴ്സ് പരസ്പരം തോക്ക് ചൂണ്ടി ഒരു ഫൈറ്റിന് വേണ്ടി അവർ തയ്യാറാണെന്ന രീതിയിൽ. അപ്പൊ ബ്ലാക്ക് ബിയർഡ് ഒരു കൊല ചിരിച്ചിരിച്ച്, എന്നാൽ നമുക്കിത് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം, എനിക്ക് കിട്ടേണ്ടത് എന്താണോ അതെനിക്ക് കിട്ടി, പിന്നെ നിങ്ങളുടെ കൂടെ ഫൈറ്റ് ചെയ്യാനൊന്നും ഞങ്ങളിപ്പോ തയ്യാറല്ല, ഗായ്സ് നമുക്ക് പോവാം എന്ന് പറഞ്ഞ് ബ്ലാക്ക് ബിയർഡും അവന്റെ ക്രൂ അവിടെ നിന്ന് പോവുകയാണ്. അതുപോലെ സെങ്കോക്കു തന്റെ പഴയ രൂപത്തിലേക്ക് മാറി. ഷാങ്സ് എന്നിട്ട് എല്ലാവരോടുമായിട്ട്, എല്ലാവരും ഇപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞത് ചെയ്യണം എന്ന് ഷാങ്സ് പറയുമ്പോൾ ഒരു ഭാഗത്ത് ജയിച്ച മറൈൻസും മറുഭാഗത്ത് തോറ്റുപോയ പൈററ്റ്സും എല്ലാവർക്കും ഒരുപാട് നഷ്ടമുണ്ടായി. അവർക്കൊന്നും സഹിക്കാൻ പോലും പറ്റാത്ത നഷ്ടം. നേരത്തെ ഡോഫ്ലമിംഗോ പറഞ്ഞതുപോലെ അധികാരത്തിലിരിക്കുന്നവർ തീരുമാനിക്കും ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന്. ഇപ്പൊ എല്ലാത്തിനും ഒടുവിൽ യുദ്ധം അവസാനിച്ചു. ലോകത്തിലുള്ള മുഴുവൻ ജനങ്ങൾ ഇത് കാണുന്നുണ്ട്. ഇപ്പൊ സെങ്കോക്കുവിനോട് ഷാങ്സ്, വൈറ്റ് ബിയർഡ് അതുപോലെ എയ്സ്, ഇവരുടെ രണ്ടുപേരുടെയും ശരീരം ഞങ്ങൾക്ക് വിട്ടുതരണം, അവർക്ക് മര്യാദ കൊടുത്ത് അവരെ ഞങ്ങൾ അടക്കിക്കോളാം. ലോകത്തിലുള്ള മുഴുവൻ ആൾക്കാരും ബ്രോഡ്കാസ്റ്റ് വഴി ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഇനിയും അവരുടെ മരണത്തെ പരിഹസിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഷാങ്സ് പറയുന്നത് കേട്ട് ഒരു വൈസ് അഡ്മിറൽ പറയും, ഒരിക്കലും അവരുടെ ബോഡി ഞങ്ങൾ വിട്ടുതരില്ല, ഞങ്ങളുടെ വിജയം ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് അവരുടെ ശരീരം എല്ലാവർക്കും കാണിച്ചു കൊടുത്തിട്ടായിരിക്കും. അത് കേട്ട് എല്ലാ മറൈൻസും, അതെ ഞങ്ങൾ ആ ബോഡി വിട്ടുതരില്ല, ഇത് ഞങ്ങളുടെ വിജയമാണ്, ഞങ്ങൾ ഒരിക്കലും ഒരു പൈററ്റ് പറയുന്നത് അനുസരിക്കില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പറയുമ്പോൾ പെട്ടെന്ന് സെങ്കോക്കു, ഞാൻ സമ്മതിക്കുന്നു റെഡ് ഹെയർ ഷാങ്സ്, നീ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെ അനുവദിക്കുന്നത്, ഇനി ഇതിനെ തുടർന്ന് എന്ത് സംഭവിച്ചാലും അതിന്റെ ഉത്തരവാദിത്തം മുഴുവൻ ഞാൻ ഏറ്റുവാങ്ങിക്കോളാം, പെട്ടെന്ന് അപകടം പറ്റിയവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നോക്ക് എന്ന് സെങ്കോക്കു പറയുന്നത് കേട്ട് എല്ലാ മറൈൻസും അത്ഭുതപ്പെടുന്നു. അപ്പൊ സെങ്കോക്കു, ഈ യുദ്ധം അങ്ങനെ അവസാനിച്ചു എന്ന് പറഞ്ഞ് മറൈൻഫോർഡ് മുഴുവൻ കേൾക്കെ പറയുന്നു. തുടർന്ന് അപകടം പറ്റിയ എല്ലാവർക്കും ട്രീറ്റ്മെന്റ് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ കേൾക്കുന്നത് ഒരു വോയിസ് ആണ്. ഗ്രേറ്റ് പൈററ്റ് എറ തുടങ്ങിയിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ യുദ്ധം നടക്കുന്നത്, മറൈൻഫോർഡിലെ യുദ്ധം അങ്ങനെ അവസാനിച്ചു, അതുപോലെ ഇത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തും എന്ന് പറഞ്ഞ ആ വോയിസ് അവസാനിക്കുമ്പോൾ ഷാങ്സ് എയ്സിന്റെയും വൈറ്റ് ബിയർഡിന്റെയും ബോഡി കൊണ്ടുപോകും. അടുത്തത് നമ്മൾ കാണുന്നത് കടലിനടിയിലൂടെ വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലോയുടെ സബ്മറൈൻ ആണ്.